മഹാകുംഭമേളയോടെ ശാന്തിയും സമാധാനവും കൂടുതൽ കൈവരാനും കാരണമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അത് നിശ്ചയമായിട്ടും അത് നമ്മുടെ ഐതിഹ്യം അങ്ങനെയാണല്ലോ. ഇത് ഇപ്പോൾ അമൃതം എന്ന് പറയുന്നത് അറിവിൻ്റെ കേന്ദ്രത്തിൽ വിദ്യ കൊണ്ടാണ് അമൃതം, വിദ്യയായ അമൃതം അശ്രുതേ, അത് വിദ്യ കൊണ്ടാണ് നമ്മൾ അമൃതത്വം നേടുന്നത്. അപ്പോൾ വിദ്യ, അറിവ് എന്ന് പറയുന്നത് നമുക്ക് അമൃതത്വം നൽകുന്നു. അപ്പോൾ ആ അറിവാണ് അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ വ്യത്യസ്തരാക്കുന്നത്. ആ അറിവ് കൊണ്ടാണ് ദേവന്മാർ ജ്വലിച്ചത്. ആ അറിവ് അസുരന്മാരിലേക്ക് പോകരുത് എന്ന നിശ്ചയത്തോടു കൂടിയാണ് ആസുര സ്വഭാവികളിലേക്ക് അറിവ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ അറിവിനെ ദുർവിനിയോഗം ചെയ്യും. അതുണ്ടാകരുത് എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് ദേവഗണങ്ങൾ ആ അമൃതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നല്ല മനുഷ്യരുടെ ഇടയിലേക്ക് മാത്രം വിതരണം ചെയ്യപ്പെടണം എന്ന സങ്കല്പത്തോടു കൂടി ഗരുഡനെ ഏൽപ്പിക്കുന്നതും ഗരുഡൻ അതുമായി പറന്നു നടക്കുന്ന സമയത്ത് വിശ്രമിച്ച സ്ഥലങ്ങളാണ് ഈ തീർത്ഥസ്ഥാനങ്ങളെന്നും ഉള്ള ഐതിഹ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അമൃതം, ആ വിദ്യ എന്ന് പറയുന്ന അമൃത് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നുകരാനുള്ള ഒരു സാധ്യതയാണ് ഈ കുംഭമേളയിൽ വരുന്നത്. അപ്പോൾ ഈ വിദ്യ നേടുമ്പോൾ നമ്മുടെ അജ്ഞാനം പോകുമ്പോൾ നമ്മുടെ കാലുഷ്യങ്ങൾ തടസ്സങ്ങളാണ് മാറുന്നത്. നമ്മുടെ വിഘ്നങ്ങൾ മാറുമ്പോൾ, തടസ്സങ്ങൾ മാറുമ്പോൾ നമ്മൾ ശാന്തചിത്തരായിട്ട് മാറുന്നു. ആ വഴി വിദ്യ നേടി, അറിവ് നേടി, വിഘ്നങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ശാന്തതയാണ് നമ്മളെ പരമശാന്തിയിലേക്ക് നയിക്കുന്നത്.